നമസ്കാരം. ആരൊക്കെയാണ് വിവരദോഷികൾ? കനൽ ഒരു തരിയിൽ വീണ്ടും ഒതുക്കിയവരാണോ? കൂട്ടത്തോൽവിക്ക് ഭരണവിരുദ്ധ വികാരവും കാരണമായി എന്ന് വിലയിരുത്തിയ CPI ആണോ? അതോ ഉണ്ടായത് അപ്രതീക്ഷിത വിധിയാണെന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമാണോ? ഇടതിന്റെ 11 മണ്ഡലങ്ങളിലും മുന്നിലെത്തിയത് BJP ആണെന്നും അതിൽ 3 മണ്ഡലങ്ങൾ മന്ത്രിമാരുടേതാണെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവരുമ്പോൾ, ന്യൂനപക്ഷത്തെ കൂടെ നിർത്താൻ നടത്തിയ കാടടച്ചുള്ള പ്രചാരണം ന്യൂനപക്ഷം തന്നെ വിശ്വാസത്തിലെടുത്തില്ല എന്ന വിവരം പുറത്തുവരുമ്പോൾ, വിമർശനങ്ങൾക്ക് നേരെ പല്ലിറുമുന്നവർ എന്താണ് ആഴത്തിൽ തിരുത്തുക? പരാജയശേഷം ചേർന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം പോലും കാരണഭൂതന് നേർക്ക് വിരൽ ചൂണ്ടാൻ ഭയക്കുമ്പോൾ CPM എന്താണ് തിരുത്തുക? തിരുത്തില്ലാത്ത തലക്കരം. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജിൻഡോ ജോൺ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, BJP പ്രതിനിധി ജിജി ജോസഫ്, മാധ്യമപ്രവർത്തകൻ P ചക്കുട്ടി, കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ പ്രതിനിധി പ്രകാശ് P തോമസ് ഉണ്ട്. അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ് സംഘടനയുടെ. ആദ്യം ശ്രീ BN ഹസ്കർ, ഈ പാർട്ടി എന്താണ് തിരുത്തുക? സ്മൃതി, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു വലിയ വിവാദത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രശ്നമായി നിങ്ങൾ ഉയർത്തി കാണിക്കുന്നത് അഭിവന്ദ്യ തിരുമേനി ഗീവർഗീസ് മർക്കുരിയോഡസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് അദ്ദേഹത്തിന് സഖാവ് പിണറായി വിജയൻ നൽകിയ മറുപടിയിലൂടെയാണ്. ഇത് വിമർശന വിധേയമാക്കപ്പെടേണ്ട ഒരു സംശയമില്ല. സഖാവ് ഗീവർഗീസ് മർക്കുരിയോഡസ് അഭിവന്ദ്യ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുകയും എല്ലാ കാലത്തും ഇടതുപക്ഷ മനസ്സ് സൂക്ഷിക്കുകയും ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് സഖാവ് ഗീവർഗീസ് എന്നൊരു വിളിപ്പേരുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇടതുപക്ഷ ആശയങ്ങളോട് ആഴത്തിൽ അടുത്തു നിൽക്കുന്നൊരു മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വിമർശനങ്ങളെ സർവാത്മന സ്വാഗതം ചെയ്യാനാണ് ഇടതുപക്ഷം എപ്പോഴും ആഗ്രഹിക്കുന്നത്. വിമർശനങ്ങളെ അങ്ങനെ ഭയത്തോടുകൂടി കാണുകയും അതിനെ ധാർഷ്ട്യത്തോടുകൂടി മറുപടി പറയുകയും ചെയ്യുകയല്ല ഇടതുപക്ഷത്തിൻ്റെ നയം. ഇവിടെ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള ഒരു പിശക് എന്ന് പറയുന്നത് 2018 കേരളം അതിജീവിച്ച ഒരു പ്രളയകാലമുണ്ട്. ആ പ്രളയകാലത്തെ സംബന്ധിച്ച് ആ പ്രളയമെന്ന് പറയുന്നത് നടാടെ കേരളത്തിന് സംഭവിക്കുകയും അനിതര സാധാരണമായ ആ സംഭവത്തെ തുടർന്ന് കേരളം പടുത്തുയർത്തുന്നതിൽ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് നിസ്തൂലമായ പങ്കുവഹിച്ചു. അതിൽ ജാതി മത ഭേദമന്യേ ജനങ്ങൾ പങ്കാളികളായി. കേരളത്തിന്റെ നാവികസേന എന്ന് അറിയപ്പെടുന്ന എൻ്റെ നാട്ടിലെ കൊല്ലത്തു നിന്നാണ് ആദ്യമായി ബോട്ടുകളുമായി മത്സ്യത്തൊഴിലാളികൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഈ സംഭവത്തുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ഇടപെടൽ നടത്തുകയും അതിജീവിക്കുകയും ലോകത്താകെ മാതൃകയാവുകയും ചെയ്തൊരു സംഭവമായിരുന്നു പ്രളയകാലം. അതിനുശേഷം വന്ന കോവിഡ് കാലം ലോകമാകമാനം വലിയ വൻകിട സാമ്പത്തിക ശക്തികളാകമാനം ഞെട്ടിത്തെരിച്ചു നിന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സർക്കാർ ജനങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടുന്നതിന് സൗജന്യമായി ഭക്ഷണവും അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങളും നൽകിയ ഒരു ഗവൺമെൻറ് സംസ്ഥാനത്തുണ്ട്. അപ്പോൾ അതൊരു മാതൃകയായിരുന്നു ലോകത്താകമാനം. ആ മാതൃക ആണ് കേരള മോഡൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ആരോഗ്യമേഖലയിൽ രോഗഗ്രസ്തമായ ലോകമാകമാനം വിറങ്ങലിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് ആരോഗ്യമേഖല വളരെ മുന്നിൽ കേരളത്തിൽ അതിസജീവമായി പ്രവർത്തിച്ചത്. അപ്പോൾ അങ്ങനെ കേരളത്തിന് ആരോഗ്യമേഖല ലോകത്തിനാകമായി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഇവിടെ സർക്കാർ പ്രവർത്തിച്ചു എന്നുള്ളത് ശരിയാണ്. സർക്കാർ പ്രവർത്തിക്കുമ്പോൾ തന്നെ ജനങ്ങളും തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നല്ലോ രക്ഷാപ്രവർത്തനത്തിന്. അതിനാണല്ലോ ഈ മത്സ്യത്തൊഴിലാളികളെ ആ രൂപത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നത്. പിന്നീട് ഈ മത്സ്യത്തൊഴിലാളികളോട് എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ വിമർശനങ്ങൾ ഉയർത്തുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ വിവരദോഷി എന്ന് വിളിക്കാൻ മാത്രം ഉണ്ടായിട്ടുള്ള എന്താണ് അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്? നോക്കൂ, കഴിഞ്ഞ അതേ തെരഞ്ഞെടുപ്പിൽ അതേ വിധി തന്നെ സംഭവിച്ചിരിക്കുന്നു ഈ തവണയും ഒരു തരിയായി ഒതുങ്ങുകയാണ് കനൽ. അത് മനസ്സിലാക്കാതെ അതിന്മേലുള്ള ചർച്ചകൾ ഓരോ തലത്തിലും നടക്കുമ്പോൾ ഇടതിനൊപ്പം നിന്ന് ഇടതിന് വേണ്ട സമയത്തൊക്കെ പിന്തുണ നൽകിയിരുന്ന ഒരു മതപ്രതിനിധിയാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതിനെതിരെ ഈ രൂപത്തിലുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണോ? ആ പ്രയോഗം ശരിയാണോ എന്ന് താങ്കൾ ആദ്യം പറയും. അല്ല, ഞാൻ അതിലേക്ക് വരാം. ഒന്ന്,
പലപ്പോഴും നമ്മുടെ പൊതുപ്രവർത്തകരുടെ വാക്കുകൾ അതിരുവിടാറുണ്ട്. ആ അതിരുവിട്ട വാക്കുകൾ എന്ന് പറയുന്നത് അത് പൊതുപ്രവർത്തകർ എപ്പോഴും നിശ്ചയമായും ജാഗ്രതയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കണം. ആ വാക്കുകളുടെ പ്രയോഗത്തെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന് പിശക് പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നതിന് എനിക്കൊരു മടിയില്ല. അത്തരം ഒരു വിവരദോഷി എന്ന പ്രയോഗം പിണറായി വിജയനെ പോലുള്ള അത്യുന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. അത് തുറന്ന് സമ്മതിക്കുന്നതിന് ഒരു മടിയും ഇക്കാര്യത്തിലില്ല. പക്ഷേ അഭിവന്ദ്യ തിരുമേനി നടത്തിയിട്ടുള്ള പ്രയോഗം അത് കടുത്ത വേദനയുളവാക്കുന്നതായിരുന്നു. പ്രളയകാലത്തെയും കോവിഡിനെയും അതിജീവിച്ച സർക്കാർ എന്ന നിലയിൽ വീണ്ടും പ്രളയവും കോവിഡും വരും എന്ന് നാം ആഗ്രഹിക്കണം, ഇടതുപക്ഷം വരണം എന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സർക്കാരിന് പിന്തുണയുണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം ഇനി വരുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ആഗ്രഹിക്കുന്നു എന്നാണോ താങ്കളുടെ മനസ്സിലാക്കൽ? ഈ പ്രതികരണത്തിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു സ്വയം വിമർശനം കൂടിയുണ്ട് എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കുന്നില്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഭയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ കുർലോസ് തിരുമേനി പറഞ്ഞത് മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷം നടത്തി എന്ന് അദ്ദേഹം പറയുന്നു. സുപ്രീം കോടതി വിധി അട്ടിമറിച്ച് യാക്കോബായ സഭയ്ക്ക് അനുകൂലമായി പിണറായി വിജയനും ഇടത് സർക്കാർ നടത്തിയ പ്രീണന നയത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ശബരിമല കേസിൽ കോടതി വിധി നടപ്പാക്കാൻ കാട്ടിയ ആർജവം സഭാ കേസിൽ കാട്ടിയില്ല എന്ന് മാത്രമല്ല, സിമിത്തേരി ബില്ല് പോലുള്ളവ കൊണ്ടുവന്ന് ആ വിധി ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളും ഇടത് സർക്കാർ നടത്തുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ചില കാര്യങ്ങളാണ്. അദ്ദേഹം യാക്കോബായക്കാരനാണ്, എന്നിട്ട് പോലും യാക്കോബായ സഭയുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം സ്വയം നടത്തുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ അതിനെ മനസ്സിലാക്കാതെയൊന്നല്ലല്ലോ ഈ പ്രതികരണം നടത്തുന്നത്. വിമർശനങ്ങൾ കേൾക്കാൻ വിമുഖനാണ്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഇന്നിപ്പോൾ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടല്ലോ, ഇവിടെ ചൂടാണെന്ന്. സ്മൃതി, പിണറായി വിജയൻ പലപ്പോഴും നിശബ്ദത പാലിക്കാറുണ്ട്. എപ്പോഴും നിങ്ങൾ മാധ്യമങ്ങളുമായി സംവദിക്കുക എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അദ്ദേഹത്തിന് മറുപടി ലഭിക്കാറില്ല. അത്തരത്തിലുള്ള കർക്കശ സ്വഭാവക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. അപ്പോൾ അഭിവന്ദ്യ പിതാവ് ഗീവർഗീസ് കുര്യോളസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ആളാണ്. യാക്കോബ സഭയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച് ഏതെങ്കിലും പ്രീണനം നടത്തി എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, യാക്കോബ സുറിയാനി സഭ തന്നെ അദ്ദേഹത്തിന്റെ വിമർശനത്തെ ഉൾക്കൊണ്ടിട്ടില്ല. യാക്കോബ സുറിയാനി സഭ തന്നെ പറഞ്ഞു, ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല, അത് തിരുമേനിയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞു ആ വിഷയം. അതിനപ്പുറം ഈ വിഷയത്തെ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും സമൂഹത്തിനെതിരെ നടത്തുന്ന നിലപാടാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗീവർഗീസ് മാർ കൂർലോസിന്റെ പ്രതികരണം സ്വീകാര്യമാകുകയുള്ളൂ എന്നാണോ? അപ്പോൾ പിന്തുണയ്ക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ആ ഘട്ടത്തിൽ അദ്ദേഹം ഇടതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നയാളും നല്ലയാളും നിങ്ങളുടെ ചർച്ചകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സെമിനാറുകളിൽ സംസാരിക്കാൻ പറ്റിയ അഭിമന്യ വ്യക്തിയുമായിരുന്നു. വിമർശിക്കുമ്പോൾ അതെല്ലാം മാറും അല്ലേ? ഒരിക്കലില്ല. ശ്രീ ആദരണീയനായ തിരുമേനിയോട് ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുള്ള ബഹുമാനവും ആദരവും ഉണ്ട്. അദ്ദേഹത്തിന്റെ വിമർശനം ഞങ്ങൾ സർവാത്മന സ്വീകരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം വിമർശിച്ചിരിക്കുന്ന ഒന്നാം ഘട്ടത്തിൽ പറയുന്നു, ഞങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ സാമ്പത്തിക നയത്തെ സംബന്ധിച്ചും കേരളത്തിലുണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ചും അദ്ദേഹം പറയുന്നു. അദ്ദേഹം കാര്യങ്ങൾ പഠിക്കാതെയല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അത്തരം വിമർശനങ്ങളെ ഞങ്ങൾ തിരുത്താം. ഞങ്ങളുടെ നേതാക്കന്മാർ ധാർഷ്ട്യത്തോട് പെരുമാറുന്നു എന്നുള്ള വിമർശനം അതും ഞങ്ങൾക്ക് തിരുത്താൻ കഴിയുന്നതാണ്. അതുപോലെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ കഴിയുന്നില്ല, അത് മുടങ്ങിയത് മൂലമുള്ള അദ്ദേഹത്തിനുള്ള വിഷമം, ആ വിമർശനവും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഞങ്ങൾക്ക് 3 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാനുണ്ട്. കാരണം കേന്ദ്ര നയങ്ങൾക്ക് അനുസൃതമായി നടപ്പിലാക്കപ്പെടുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ ആ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ ആ ക്ഷേമ പെൻഷനിലെ കുടിശ്ശിക അടക്കം കൊടുത്തു തീർക്കുന്നുള്ള നടപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ വിമർശനങ്ങളൊക്കെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. പക്ഷേ വീണ്ടും എത്രത്തോളം ഈ പരാജയത്തെ ഉൾക്കൊള്ളുകയും സ്വയം വിമർശനം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. ഡോക്ടർ ജിൻഡോ ജോൺ, പിണറായി വിജയന്റെ പ്രതികരണത്തെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ വി ഡി സതീശനടക്കം പ്രതികരിക്കുമ്പോൾ നികൃഷ്ടജീവി പ്രയോഗം, പരനാറി പ്രയോഗം, അങ്ങനെ നേരത്തെയുള്ള പ്രയോഗങ്ങളൊക്കെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. വർഷങ്ങൾക്കിപ്പുറവും പിണറായി വിജയൻ എന്ന നേതാവിന് മാറ്റമില്ല എന്നതാണോ നിങ്ങളുടെ ഒരു മനസ്സിലാക്കൽ? ഈ തെരഞ്ഞെടുപ്പ് പരാജയം CPM-നെ ഒരു പാഠവും പഠിപ്പിച്ചില്ല എന്നാണോ?
ജിൻഡോ കേൾക്കാമോ? കേൾക്കാം സ്മൃതി. അല്ല, ഇതില് ശ്രീ ഹസ്കർ പറയുന്ന ഒരു കാര്യം പ്രളയത്തെക്കുറിച്ചും കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ചിട്ടും ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിൽ ബഹുമാനായ കൂർലോസ് തിരുമേനി സംസാരിച്ചു എന്നാണ് ഇവരുടെ ആക്ഷേപം. ഇവിടെ പ്രളയത്തിന്റെ സമയത്ത് കേരളത്തെ പടുത്തുയർത്തിയെന്നാണ് ഹസ്കർ പറയുന്നത്. ഈ പ്രളയം 2018 ഉണ്ടാക്കിയത് തന്നെ LDF ഗവൺമെന്റാണ്. MM മണിയെ പോലുള്ള വിദ്യുത് ശക്തി മന്ത്രിമാരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയുടെ ഭാഗമായിട്ട് കേരളം മുഴുവൻ വെള്ളക്കെട്ടിൽ കിടന്നപ്പോൾ രക്ഷപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് സംഭവിച്ചത് എന്താണെന്നും സർക്കാർ എത്രത്തോളമാണ് ആ പ്രളയത്തിൽപ്പെട്ട മനുഷ്യരെ കൈപിടിച്ചുയർത്തിയെന്നൊക്കെ നമ്മൾ കണ്ടു. ഇവര് പ്രളയ ഫണ്ട് തട്ടിയെടുക്കുന്ന തിരക്കിലായിരുന്നു. CPM-ന്റെ നേതാക്കന്മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റീബിൽഡിംഗ് കേരള എന്ന് പറഞ്ഞ ഇനിഷ്യേറ്റീവ് തുടങ്ങിയിട്ട് എന്തായി, എത്രത്തോളമായി, അത്ര ആളുകൾക്ക് സഹായം കൊടുത്തു എന്ന് പറയാൻ നാളിതുവരെ ഈ സർക്കാരിന്റെ പ്രതിനിധികൾക്കാർക്കും സാധിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് കൂർലോസ് തിരുമേനി വിമർശിച്ച ആരോഗ്യ മേഖലയെ കുറിച്ചിട്ടാ. ഒരു ശസ്ത്രക്രിയയ്ക്ക് പോകുന്ന ഒരു സ്ത്രീ ശസ്ത്രക്രിയ കഴിയുമ്പോൾ അതിന്റെ ഉപകരണങ്ങൾ മുഴുവൻ വയറ്റിൽ കൊണ്ട് വീട്ടിൽ പോകേണ്ട ഗതികേടിലേക്ക് എത്തുന്നു. മറ്റൊരു സ്ത്രീ ICU-വിൽ പീഡിപ്പിക്കപ്പെടുന്നു. ആ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന നഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഹൈക്കോടതി വിധിയുമായിട്ട് ആ നഴ്സ് വരുമ്പോൾ ആശുപത്രി വരാന്തയിൽ 6 ദിവസം കാവലിരിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ ആരോഗ്യ മേഖലയെ നയിച്ച പാർട്ടിയുടെ വക്താവ് വന്നിട്ട് പറയും ആരോഗ്യ മേഖല 1ാം സ്ഥാനത്താണെന്ന്. ആംബുലൻസിലും ICU-വിലും പീഡിപ്പിക്കപ്പെടുന്ന ആരോഗ്യ മേഖല, അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിപ്പിച്ച് സാധാരണക്കാരനെ 5 രൂപയുടെ ചീട്ടെടുത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ക്യൂ നിൽക്കുന്ന മനുഷ്യരെ കൊണ്ട് കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിപ്പിച്ച സർക്കാർ 1ാം സ്ഥാനത്താണ് ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരിക്ക് പാമ്പ് കടിയേറ്റ് ഏൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. അവയവം മാറി ശസ്ത്രക്രിയ നടത്തുന്ന സർക്കാർ ആശുപത്രികൾ ഈ സർക്കാരിന്റെ മേന്മയാണെന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലാണ് വിമർശിക്കുന്ന ഒരു തിരുമേനിയെ ആക്ഷേപിക്കുന്നത്. ഇവിടെ പിണറായി വിജയൻ പറയുന്നത് ഈ തിരുമേനി വിവരദോഷി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ തിരുമേനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും തനിക്ക് ഒരിക്കൽ ഒരു വിവരദോഷം പറ്റിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം ഒരിക്കലെങ്കിലും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അത് കാലം കാത്തുവെച്ച നേതാവെന്ന് ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞതിൽ ഇനി ചർച്ചയ്ക്കില്ല എന്ന നിലപാടിലും ഉറച്ചു നിൽക്കും. അല്ല, ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും നമ്മുടെ നാട്ടിലൊക്കെ ആർക്കും ഇടതുപക്ഷത്തോടോ വലതുപക്ഷത്തോടോ കോൺഗ്രസിനോടൊപ്പം ഏത് പക്ഷത്തും നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നികുതി കൊടുക്കുന്ന പൗരന്മാരെന്നുള്ള നിലയ്ക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും അർഹതയുമുണ്ട്. അങ്ങനെ അഭിപ്രായം പറയുന്ന തിരുമേനി എന്നുള്ളത് മാറ്റി നിർത്ത്. ഒരു സാധാരണ പൗരൻ അത്തരത്തിലൊരു അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹത്തിന് വിവരദോഷമാണെന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ, ഈ തിരുമേനി തന്നെ ആലോചിച്ചിട്ടുണ്ടാവും ഈ നേതാവിനെയാണല്ലോ ഞാൻ പണ്ട് കാലം കാത്തുവെച്ച നേതാവെന്ന് വിളിച്ചത് എന്നോർത്ത് ചിലപ്പോൾ ഒരു നിമിഷമെങ്കിലും ഒന്ന് ദുഃഖിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ പിണറായി വിജയൻ തിരുത്തും, അദ്ദേഹത്തിന്റെ പാർട്ടി തിരുത്തും എന്നൊക്കെയാണ് ഇവർ 2-3 ദിവസമായിട്ട് പറയുന്നത്. ധാർഷ്ട്യം ശ്വസിക്കുകയും ധാർഷ്ട്യം തന്നെ നിശ്വസിക്കുകയും ചെയ്യുന്ന പിണറായി വിജയനാണ് തിരുത്തുമെന്ന് നിങ്ങൾ പറയുന്നത്. ഇന്ന് മാധ്യമ പ്രവർത്തകരോട് ഡൽഹിയിൽ വെച്ച് അദ്ദേഹം നടത്തിയ മറുപടി എന്താ? ഒരു തോറ്റു നിൽക്കുന്ന മുന്നണിയുടെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമെന്ന് പാർട്ടി സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്ക് വൻ തോൽവി ഈ സംസ്ഥാനത്തെ ജനങ്ങൾ കൊടുത്തതിന് ശേഷം അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം മാറുന്നില്ല. ഇവിടെ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുണ്ട്, പിണറായി വിജയന് ദേഷ്യം വരാൻ ഒരു സാധ്യത ഉണ്ടായത് ഒറ്റ കാര്യത്തിലായിരിക്കും. ഇത്രയൊക്കെ തോന്നിവാസം ചെയ്തിട്ടും ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയില്ലേ, അതിന് ആ സമയത്ത് ഞങ്ങൾ വിമർശിക്കുന്നു. എങ്ങനെയാണ് ആ ഒരു സീറ്റ് കിട്ടിയതിനെ കുറിച്ചിട്ടാണ് അവർ ആലോചിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ വിമർശിച്ചത് ശരിയായില്ല എന്നുള്ള രീതിയിലായിരിക്കും അദ്ദേഹത്തിന് ദേഷ്യം വരാൻ സാധ്യത. ഇവിടെ വിമർശിക്കാൻ പോകുന്ന മുഴുവൻ ഇടതുപക്ഷക്കാരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ രാജാവിനെ കണ്ട് രാജാവ് നഗ്നനാണെന്ന് ഒരിക്കലെങ്കിലും പറഞ്ഞാൽ ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ എന്ന് നോക്കില്ല. രാജാവിന്റെ തീവ്രമായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള തീഷ്ണമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കോപത്തിന് വിധേയരാക്കപ്പെടേണ്ടി വരും, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. അല്ലെങ്കിൽ ഇവരുടെ ജീവൻ രക്ഷാ പ്രവർത്തകർ തലയടിച്ച് പൊട്ടിക്കുന്നതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും. ഇവിടെ റെജി ലൂക്കോസ് എന്ന് പറഞ്ഞ ഇടത് സഹയാത്രികൻ ഇവരുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് നിരന്തരം ചാനലുകളിലും ദൃശ്യമാധ്യമങ്ങളിലും വന്ന് ചർച്ച ചെയ്യുന്ന റെജി ലൂക്കോസ് കൃസ്തുവിന്റെ ചിത്രം പോലും മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന രീതിയിൽ ധൈര്യം കിട്ടുന്നത് എവിടെ നിന്നാണ്? അത് പിണറായി വിജയന്റെ ഈ ധാർഷ്ട്യത്തിൽ നിന്നാണ് ഇവർക്ക് ധൈര്യം കിട്ടുന്നത്. കേരളത്തിലെ ഇടത് സഹയാത്രികർക്കടക്കം ഇത്തരത്തിലുള്ള ധാർഷ്ട്യം കിട്ടുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ ഇവര് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ശരി, ശ്രീ ജിജി ജോസഫ്, BJP പ്രതിനിധി ശ്രീ ജിജി ജോസഫ്, ഇപ്പോൾ മോദി പോലും ശൈലി മാറ്റിയിരിക്കുന്നു, എന്നിട്ടും എന്താണ് പിണറായി വിജയൻ മാറ്റാത്തത് എന്നതാണോ നിങ്ങളുടെ ആലോചന? ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് എന്തിനാ ചർച്ച നടത്തുന്നതെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. കാരണം ഇദ്ദേഹം എന്നും പൊതുസമൂഹത്തോട് പ്രവർത്തിച്ചിട്ടുള്ളത്, പൊതുസമൂഹത്തിൽ പെരുമാറിയിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞ എത്രയോ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പുതിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ തിരുമേനി ഈ സമയത്താണോ പറയേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. കാരണം
BJPക്ക് 2 അക്കം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ 0 അവിടെ ഉണ്ടാവും, അതുപോലെ തന്നെ വേറൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിൻ്റെ അതിൽ നിന്നുണ്ടായ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് അടുത്ത ആൾ കൊണ്ടുവരുന്നത്. വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് നടക്കുമ്പോൾ ഇത് അനുവദിച്ചു കൊടുത്താൽ ഇതിനേക്കാട്ടിലും വലിയ ശക്തമായ വിമർശനങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതറിയാം. അതുകൊണ്ട് അതൊന്ന് തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ രീതിയിൽ പെരുമാറിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് പുതിയ കാര്യമൊന്നുമില്ല. ഇത് ഇദ്ദേഹം ഈ പത്തനംതിട്ട ജില്ലയിലായതുകൊണ്ട് ഈ തിരുമേനി ഇങ്ങനെയൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു പോയി. വല്ല കണ്ണൂരൊക്കെ ആണെങ്കിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറം സംഭവിച്ചേനെ. അവരുടെ ശൈലി അങ്ങനെയാണ്, അത് മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എല്ലാവരും അലോഷിയെ പോലെ 100 പൂക്കളെ എന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. തോറ്റാലും ജയിച്ചാലും ധാർഷ്ട്യമാണ്. ഈ ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണ് അവിടെ BJP 11 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം നേടുമ്പോഴും പറയുന്നത്. അത് ഈ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരുടെ മണ്ഡലത്തിൽ പോലും ഞങ്ങൾ ഭൂരിപക്ഷം നേടുമ്പോൾ പറയുന്നത് അത് കോൺഗ്രസിൻ്റെയാണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് പൊതുസമൂഹം നൽകിയ വോട്ടിനെ കുറിച്ച് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പോൾ ചിലർ പറയുന്ന സുരേഷ് ഗോപി സിനിമാ നടനായതുകൊണ്ടാണ്. സിനിമാ നടനതിന് ഇപ്രാവശ്യമാണ് സിനിമാ നടനായത്. 2 പ്രാവശ്യമായിട്ട് അദ്ദേഹം അവിടെ പരാജയപ്പെട്ടല്ലോ. അപ്പോൾ ഇതൊക്കെ പല രീതിയിലും കേരളത്തിലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുമ്പോൾ ചില വിമർശനങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാകും. ഇത് മാത്രമേ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇദ്ദേഹം പ്രത്യേകിച്ച് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്, ഇദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ വന്നത് വലിയ കഷ്ടമായിപ്പോയി, ഒരു നാക്കുപിഴ സംഭവിച്ചതാണ് എന്ന് മാധ്യമങ്ങൾ കൊണ്ടുവരുന്നതിൽ ഒരു കാര്യമില്ല. ഇദ്ദേഹത്തിൻ്റെ ശൈലിയാണിത്. ഇതിൻ്റെ മറുപടിയാണ് ജനങ്ങൾ കൊടുത്തത്. അതുപോലെ തന്നെ ഒരു വിഭാഗത്തെ മാത്രമാണല്ലോ ഇങ്ങനെ പറയുള്ളൂ. സമസ്ത പറഞ്ഞല്ലോ, മിണ്ടത്തില്ല. പക്ഷെ അത് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ വലിയ കുഴപ്പക്കാരാവും. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഇദ്ദേഹം ഇതുപോലെ തന്നെ പ്രതികരിക്കും. ഇത് ജനങ്ങൾ തിരിച്ചറിയും. ആ തിരിച്ചറിവ് പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയെ പോലുള്ള പാർട്ടിക്ക് ജനങ്ങൾ അംഗീകാരം രീതിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രീ പ്രകാശ് പി തോമസ്, ഇപ്പോൾ കൂർലോസ് തിരുമേനിക്ക് പിന്തുണ നൽകിയിരിക്കുന്നത് ഇപ്പോൾ KCC മാത്രമാണ്. എന്തുകൊണ്ടാണ് സ്വന്തം സഭ അദ്ദേഹത്തിന് പിന്തുണ നൽകാത്തത്? അഭിമന്യ കൂർലോസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം മുൻപ് KCCയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം ഒരു തികഞ്ഞ ഇടതുപക്ഷ സഹയാത്രികനാണ്. അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം, ഒരു ബിഷപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ സഭയുടെയോ ചുമതലക്കാരനായാലും കേരളത്തിൽ വോട്ടവകാശമുള്ള ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടാകും, നിലപാടുകളുണ്ടാകും. അതിനോട് ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സഭയുടെ നിലപാടല്ല. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന് എൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഇതിൽ പ്രതികരിക്കുവാൻ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 2 ടേമുകളായി ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് ന്യായമായിട്ടുള്ള നിലപാടുകളോടും പുറംതിരിഞ്ഞു നിൽക്കുകയും ലഭിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഈ സമൂഹത്തിന് എതിരായ നിലപാടുകൾ എടുക്കുകയും ചെയ്തതുകൊണ്ടാണ്. നേരത്തെ ഇവിടെ ചർച്ചയിൽ സൂചിപ്പിച്ചുവല്ലോ, ആദ്യം തന്നെ ബഹുമാനപ്പെട്ട ഹസ്കർ സൂചിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് ഉൾക്കൊള്ളുവാനായിട്ട് ഇടത് സഹയാത്രികർ തയ്യാറാകുന്നതിൽ. ഇവിടെ സമസ്തയുടെ ഭാഗത്തു നിന്ന് വിമർശനമുണ്ടായി, നമ്മുടെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വിമർശനമുണ്ടായി. അതിനോടൊന്നും പ്രതികരിക്കുവാൻ തൻ്റെ ഇടമില്ലാത്ത മുഖ്യമന്ത്രി അഭിമന്യനായ തിരുമേനി പറഞ്ഞതിനോട് വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു എന്നത് പ്രശ്നമല്ല. പെട്ടെന്ന് ക്ഷോഭിക്കുക അല്ലെങ്കിൽ എവിടെയും ക്ഷോഭിക്കുക, അതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്വഭാവമാണല്ലോ. ഞങ്ങൾക്കാർക്കും മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരോടോ കേന്ദ്രത്തിൽ ഭരിക്കുന്നവരോടോ ആരോടും പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. എല്ലാ ഞായറാഴ്ചയും ഈ മന്ത്രിമാർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹം ഉപയോഗിച്ച ഒരു പദമുണ്ട്, വിവരദോഷി എന്ന് പറയുന്നത്. ഇതാദ്യമായിട്ടല്ല ഉപയോഗിക്കുന്നത്. പണ്ട് മറ്റൊരു ബിഷപ്പിനെ കുറിച്ച് നികൃഷ്ട ജീവി എന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന അതേ വ്യക്തി തന്നെ
കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല പാർട്ടി സെക്രട്ടറി പാർട്ടിയുടെ മാത്രം സെക്രട്ടറിയാണ്, എന്നാൽ മുഖ്യമന്ത്രി കേരളത്തിന്റെ പൊതു സ്വത്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. മുഖ്യമന്ത്രിയായിട്ടും ആ സ്വഭാവത്തിലും അദ്ദേഹത്തിന്റെ പദപ്രയോഗ രീതിയിലും മാറ്റമുണ്ടായില്ല എന്നത് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ സർക്കാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ക്രൈസ്തവ സമൂഹത്തോട് ബോധപൂർവമായി എതിരായ കാര്യങ്ങൾ ചെയ്യുന്നു. കേരള നിയമസഭയിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരായി നിയമനിർമ്മാണം നടത്തി. അന്നേരം ചോദിക്കും, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന്? ഉണ്ട്. ന്യൂനപക്ഷ കമ്മീഷൻ നിയമത്തിൽ രണ്ടാമത്തെ അംഗം മറ്റൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നായിരിക്കണമെന്നുള്ളത് ബോധപൂർവം തിരുത്തി, അതും ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നായാൽ മതി എന്ന് മാറ്റിക്കൊണ്ട് ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന് ലഭിക്കേണ്ട ആ പ്രതിനിധിയെ കൂടി എടുത്തു കളഞ്ഞു. ഞാനിന്ന് പത്തനംതിട്ടയിൽ ന്യൂനപക്ഷ കമ്മീഷന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തതാണ്. കേരളത്തിൽ 2014 ശേഷം ക്രൈസ്തവ സമൂഹത്തിന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിൽ ലഭിച്ചുകൊണ്ടിരുന്ന പ്രാതിനിധ്യം ഇടതു സർക്കാരാണ് എടുത്തു കളഞ്ഞത്, മന്ത്രി ജലീലാണ് എടുത്തു കളഞ്ഞത്. അത് തിരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് കൊണ്ടുവന്നതാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പായപ്പോൾ അത് പഠിക്കാനെന്നും പറഞ്ഞൊരു കമ്മിറ്റിയെ വെച്ചു. എങ്ങനെ ക്രൈസ്തവ സമൂഹത്തോട് ദ്രോഹത്തോടെ പ്രവർത്തിക്കാം എന്ന് ഇദ്ദേഹം റിസർച്ച് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അതിന്റെ ഒരു പ്രതികരണമാണ് ഇവിടെ ഉണ്ടായത്. ഒരു സഭാവിഭാഗം എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളത് അവരോട് ചോദിക്കേണ്ടതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ചിലർ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും നിലപാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ധാരണകളോ കാണും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആര് പറഞ്ഞു എന്നുള്ളതോ ആർക്കെതിരെ പറഞ്ഞു എന്നുള്ളതിനേക്കാൾ എന്തു പറഞ്ഞു എന്നുള്ളത് പ്രധാനമാണ്. ഇവിടെ തിരുമേനി പറഞ്ഞത് വളരെ ക്രിയാത്മകമായ വിമർശനമാണ്. നമുക്കറിയാം, സ്കൂളിൽ സെക്കൻഡ് ടേം പരീക്ഷയ്ക്ക് ഒരു കുട്ടി വളരെ ദയനീയമായി തോൽക്കുകയാണെങ്കിൽ അധ്യാപകൻ സ്നേഹത്തോടെ പറയും, നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത തവണ പാസ്സാകില്ല എന്ന് പറയും. ആ രീതിയിൽ ഇടതുപക്ഷ സഹയാത്രികനായ ഒരു ബിഷപ്പ് ഇടതുപക്ഷത്തിന്റെ നന്മയെ കരുതി ഈ രീതി തുടർന്നാൽ ത്രിപുരയിലും ബംഗാളിലുമൊക്കെ ഉണ്ടായത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ അതിനെ ക്രിയാത്മകമായി ഉൾക്കൊള്ളാതെ അദ്ദേഹത്തെ പോലും വിമർശിക്കുകയാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ, പച്ചമരത്തോട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന്റെ അവസ്ഥ എന്തായിരിക്കും? കേരളത്തിലെ സാധാരണ പൗരന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടാണ് അവന് ജീവിക്കാൻ കഴിയാഞ്ഞിട്ടും കേരള ജനങ്ങൾ പ്രതികരിക്കാതെ ഇലക്ഷന് മാത്രം കാത്തിരിക്കുന്നത്. ശരി, തിരിച്ചെത്താം. ശ്രീ പ്രകാശ് പി തോമസ് ആകുന്നു. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആരാണ് കാരണക്കാരൻ എന്നതിലേക്ക് കൂടി ആ ചർച്ച പോയി എന്ന് കരുതുന്നില്ല. ഇന്നത്തെ പത്രവാർത്തകൾ അനുസരിച്ച് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ആരും വിമർശനം ഉന്നയിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ്. അതിലപ്പുറം അപ്രതീക്ഷിത വിധി എന്നാണ് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും വിലയിരുത്തൽ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, എല്ലാവർക്കും അറിയാം. അത് സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ആളുകൾക്കും അറിയാം, സംസ്ഥാന സെക്രട്ടറിക്കും അറിയാം, പാർട്ടിയുടെ ടോപ്പ് ടു ബോട്ടം ഉള്ള ആളുകൾക്കും അറിയാം. ഇത്തവണ ഉണ്ടായിരിക്കുന്ന കനത്ത പരാജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. അതെല്ലാവർക്കും അറിയാം. പക്ഷെ അത് പറയാനുള്ള ശേഷി, അതിനുള്ള ഒരു ധൈര്യം പാർട്ടി കമ്മിറ്റിയിൽ ആരും പ്രകടിപ്പിക്കാത്തത് സ്വാഭാവികമാണ്. കാരണം ഇന്നത്തെ പാർട്ടിയുടെ അവസ്ഥ അതാണ്. അപ്പം അതുകൊണ്ട് വസ്തുതകളിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളതാണ് ഇപ്പോൾ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വസ്തുതകളെ നേരിടാനും വസ്തുതകളെ സത്യസന്ധമായിട്ട് അഡ്രസ്സ് ചെയ്യാനും പാർട്ടി തയ്യാറില്ല. അപ്പം അതിന് ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ അദ്ദേഹത്തിൻ്റെ ഈ കൂരിലോസ് തിരുവനിയോടുള്ള റിയാക്ഷൻ. രണ്ട് കാരണം കൊണ്ട് ആ റിയാക്ഷൻ വളരെ പ്രത്യേകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഈ പെർഫോമൻസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഒരു സമ്മേളനത്തിലാണ് സംസാരിക്കുന്നത്. പെർഫോമൻസ് റിപ്പോർട്ട് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രസംഗം നടക്കുന്നത്. അപ്പം അതിനകത്ത് അദ്ദേഹം അന്ന് രാവിലെ വായിച്ച പത്രത്തിലെ ഒരു വാർത്തയോട് റിയാക്ട് ചെയ്യാണ്. ഒരാവശ്യമില്ലാത്തൊരു വിഷയമാണ്. പത്രക്കാരാണ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. നേരെ മറിച്ച് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രസംഗത്തിൽ ഈ വിഷയം എടുത്തിട്ടുകയും വളരെ എന്താ പറയുക വ്യക്തിഗതമായി ആക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുമ്പോഴും വളരെ ബോധപൂർവം ഒരു പ്രത്യേക സമുദായ നേതാവിനെ അപമാനിക്കുക എന്നൊരു തോന്നലുണ്ടാവും. കാരണം മറ്റു സമുദായത്തിൻ്റെ ആളുകൾ, പത്രങ്ങൾ, പത്രപ്രവർത്തകർ ഒക്കെ തന്നെ ഈ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. സമസ്തയുടെ പത്രത്തിൽ ഇതേക്കാൾ ഷാർപ്പായിട്ടുള്ളത് അന്നും ആ പത്രം അദ്ദേഹം വായിച്ചിട്ടുണ്ടാവുമല്ലോ, അദ്ദേഹം റിയാക്ട് ചെയ്തില്ല. വേറെ പലരും, വെള്ളാപ്പള്ളി നടേശൻ ശക്തമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അത് കേട്ടതായി ഭാവിച്ചില്ല. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ട് ഈ തരത്തിൽ ഇദ്ദേഹത്തെ മാത്രം സെലക്ട് ചെയ്ത് ഇങ്ങനെ ഒരു
എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പത്രങ്ങളിൽ പലതും വന്നിട്ടുണ്ട്. അപ്പം അത് യഥാർത്ഥത്തിൽ വിശദീകരിക്കാൻ പ്രയാസമുണ്ടാവും. തങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ച് നിൽക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ വിമർശനാത്മകമായി നിലപാടുകൾ ഉന്നയിക്കുന്ന ആളുകൾ, അവരോടുള്ള ഒരു അസഹിഷ്ണുത അദ്ദേഹം അതിനകത്ത് വളരെ കൃത്യമായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം, ഇടതുപക്ഷത്ത് നിന്ന് ജനങ്ങൾ, പാർട്ടിയിലെ അനുയായികൾ BJPയുടെ ഭാഗത്തേക്ക് വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് എല്ലാ ജില്ലകളിലും ഇത് വളരെ വളരെ വ്യക്തമായി. തൃശ്ശൂർ ഒരു പക്ഷേ വേറെ തരത്തിലൊരു പ്രവണത ഉണ്ടാകും. പക്ഷേ കേരളത്തിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കൽ പോലും CPM-ന് അവഗണിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് CPM-ൽ നിന്ന് BJPയിലേക്ക് വോട്ട് പോകണ അവസ്ഥ. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഇന്നുള്ള സർക്കാർ BJPയുമായിട്ട് ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടൽ അവർ തയ്യാറില്ല. കേന്ദ്ര സർക്കാരുമായിട്ട് ഏറ്റുമുട്ടൽ തയ്യാറില്ല. BJP വിരുദ്ധമായിട്ടൊരു നിലപാട് എടുക്കുന്ന പരിപാടി അവർ നിർത്തിയിരിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് അവർ ആൻസർ പറയുന്നത് എന്തുകൊണ്ട്? വൈ ആർ യു നോട്ട് ആസ് പാർട്ട് ഓഫ് ദ ആൻറ്റി ഫാസിസ്റ്റ് മൂവ്മെൻറ്റ്? അപ്പോൾ ആ ഒരു സംഗതിയെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവാതെ, ആ ഒരു സംഗതിയോട് വസ്തുനിഷ്ഠമായിട്ട് പ്രതികരിക്കാൻ തയ്യാറാവാതെ, ഈ തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുടെ നേരെ നെഞ്ഞത്ത് കയറുന്നത് വഴി അദ്ദേഹം ചെയ്യുന്നത് വസ്തുതകളോട്, ഈ റിയാലിറ്റിയോട് അദ്ദേഹം മുഖം തിരിഞ്ഞു നിൽക്കുന്നതാണ്. അങ്ങനെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ, വസ്തുതകളെ കുറിച്ച് സംസാരിക്കാതെ ഒരു പാർട്ടിക്ക്, ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇരുട്ടിൽ അഭയം തേടുകയാണ്. ഈ ആഴത്തിൽ തിരുത്തുമെന്ന് പറയുന്നത് പിന്നെ എന്താണ് ശ്രീ എൻ പിച്ചക്കുട്ടി? അല്ല, അത് അവരോടാണ് ചോദിക്കേണ്ടത്. ഏത് ആഴത്തിലാണ് തിരുത്തുന്നത്? ഇങ്ങനെ വഴിയെ പോണവൻ്റെയൊക്കെ നെഞ്ചത്ത് കയറിയിട്ടുള്ള ഒരു തിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ആഴത്ത് തിരുത്തലാകുക? അപ്പോൾ തിരുത്തൽ വേണമെങ്കിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ വേണം. അങ്ങനെ ആണെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ വന്നിരിക്കുന്ന പല തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു അദ്ദേഹമൊക്കെ ഈ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. കേരളത്തിലെ പല സാമുദായിക വിഭാഗങ്ങൾ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പല സാമൂഹിക പ്രവർത്തകർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പല ചിന്തകർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള അഭിപ്രായങ്ങളെയൊക്കെ തന്നെ സത്യസന്ധമായിട്ട് അഡ്രസ്സ് ചെയ്യാനും അതിനകത്തുള്ള വസ്തുതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനും അവർ തയ്യാറാവണം. അതിനുള്ള ഒരു തയ്യാറെടുപ്പും അതിനുള്ളൊരു സന്നദ്ധത അവർ കാണിച്ചിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയാലും ശരി, മുഖ്യമന്ത്രി ആണെങ്കിലും ശരി, ഈ വിഷയങ്ങളെക്കുറിച്ച് ഒരു പൊതുസമൂഹമായിട്ട് ചർച്ച ചെയ്യണ്ടേ? ഒരു പത്രസമ്മേളനത്തിൽ പത്രക്കാർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടേ? അങ്ങനെയൊക്കെയല്ലേ നമുക്കൊരു ഒരു വിഷയത്തെക്കുറിച്ച് പാർട്ടിയുടെ നിലപാട് എന്താണ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവർ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യണം. ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വെച്ചാൽ പൊതുയോഗം വിളിച്ചു ചേർത്താൽ ജനങ്ങൾ ചോദ്യം ചോദിക്കാൻ കഴിയില്ല. അതിനാണ് പത്രസമ്മേളനത്തിലേക്ക് അദ്ദേഹം ആളോട് സംസാരിക്കാൻ തയ്യാറില്ല, പത്രക്കാർ ചോദിച്ചാൽ മറുപടി പറയാൻ തയ്യാറില്ല. നമ്മൾ എന്താ കാണേണ്ടത്? അവർക്ക് ഒരു തരത്തിലുള്ള ചർച്ചയില്ല. ഈ വിഷയത്തെക്കുറിച്ച് തൽക്കാലം വേറെ വല്ല വിഷയം വരും, അതിനെ പറഞ്ഞൊരു വല്ല പ്രളയം വന്നു കിട്ടിക്കഴിഞ്ഞാൽ ഈ ചർച്ച മാറിക്കൊള്ളും എന്നുള്ള ധാരണ അവർക്കുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് അങ്ങനെയൊന്നും വിഷയത്തിൽ നിന്ന് മാറിയിരിക്കാൻ കഴിയില്ല. ഇപ്പം സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം വളരെ ഗുരുതരമായ മാറ്റം തന്നെയാണ്. ശ്രീ ബി എൻ ഹസ്കർ, പുകഴ്ത്തുന്നവർ മാത്രം മതി ചുറ്റും എന്നൊരു നിലപാടുണ്ടോ? എന്തുകൊണ്ടാണ് വിമർശനങ്ങളോട് ഇത്ര അസഹിഷ്ണുത? കണക്കുകൾ നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ടല്ലോ. ഇപ്പോൾ ഇടതിൻ്റെ 11 മണ്ഡലങ്ങളിൽ BJP ഒന്നാമതാണ്. അതിൽ 3 എണ്ണം മന്ത്രിമാരുടേതാണ് എന്നുള്ള കണക്കുണ്ട്. പത്തനംതിട്ടയിൽ കിട്ടുമെന്ന് കരുതിയ 80,000 വോട്ട് പോയി എന്ന് പറഞ്ഞത് തോമസ് ഐസക്കാണ്. ആലപ്പുഴയിൽ പിന്നാക്ക പട്ടിക വിഭാഗ വോട്ട് പോയി, ന്യൂനപക്ഷ വോട്ട് ചോർന്നു. അതോടൊപ്പം തന്നെ അവിടെ ഈഴ വോട്ടുകൾ വലിയ രൂപത്തിൽ ചോർന്നിട്ടുണ്ട്. ഇത് പറയുന്നത് ആർ നാസറാണ്. കായംകുളത്ത് 3-ാം സ്ഥാനത്തേക്കാണ് എത്തിയത്. അത് വിഭാഗീയത ഒരു കാരണമായിട്ടുണ്ട്. കായംകുളം അടക്കം 4 പഞ്ചായത്തുകളിലാണ് NDA മുന്നിലെത്തിയിരിക്കുന്നത്. പാലക്കാട് പാർട്ടിയുടെ 40,000 വോട്ട് ചോർന്നു എന്ന് ജില്ലാ നേതൃത്വം പറയുന്ന കണക്കാണിത്. ഇടുക്കിയിൽ LDF ശക്തി കേന്ദ്രങ്ങളിലും UDF ആണ് മുന്നേറിയത്. MM മണിയുടെ മണ്ഡലത്തിലും ഭൂരിപക്ഷം കുറഞ്ഞു. ഈ കണക്കുകളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഉണ്ട്, ഇല്ലാത്ത കണക്കുകളല്ല. അപ്പോൾ ഒരു വിമർശനം നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തികളിൽ നിന്ന് വരുമ്പോൾ അതിനെ ഈ രൂപത്തിൽ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക? അങ്ങനെയാവുമ്പോൾ നിങ്ങൾ എന്ത് തിരുത്ത് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? പാർട്ടി അണികൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? സ്മൃതി, പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ 6 പതിറ്റാണ്ട് കാലത്തെ പൊതുജീവിതം നിങ്ങൾ പരിശോധിക്കണം. ആ പൊതുജീവിതത്തിൽ ഒരിടത്തും നിങ്ങൾ മാധ്യമങ്ങളുടെ താരാട്ടുപാട്ട് കേട്ട് അദ്ദേഹം വളർന്നു വന്ന നേതാവല്ല, മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവുമല്ല. മറിച്ച് അദ്ദേഹം ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പോരടിച്ച് വളർന്നു വന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. സ്വാഭാവികമായി അതിൻ്റെ കർക്കശ സ്വഭാവം അദ്ദേഹത്തിലുണ്ടാവും, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ടാവും. ഒന്ന്. രണ്ടാമതായി 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ MLA മാരുള്ള 3 മന്ത്രിമാരുള്ള 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം പിന്നോട്ട് വരും.
പക്ഷെ അവിടെ UDF കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടുകളുടെ കണക്കുകൾ എന്താ പറയാത്തെ? അവിടെ UDF ലഭിച്ചിരുന്ന വോട്ടുകൾ ഓരോ മണ്ഡലത്തിലും 6000-ഉം 8000-ഉം അധികം ചോർന്നു പോയിരിക്കുന്നു. ആ വോട്ടുകൾ ചെന്നെത്തപ്പെട്ടിരിക്കുന്നത് BJP ക്യാമ്പിലേക്കാണ്. അത് കൃത്യമായി കണക്കുകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഇപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് LDF സിറ്റിംഗ് MLA-മാരുള്ള 11 മണ്ഡലങ്ങൾ LDF വോട്ടുകൾ BJP-യിലേക്ക് പോയി 1-ാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ്. ഞങ്ങളത് പരിശോധിക്കാമെന്ന്, ഞങ്ങൾ ആ കാര്യകാരണങ്ങളെ കുറിച്ചാണ് പരിശോധിച്ചത്. കായംകുളം അങ്ങ് തന്നെ പറഞ്ഞു, കായംകുളത്ത് വിഭാഗീയതയെ തുടർന്ന് NDA-ക്ക് 1-ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു. ആലപ്പുഴ മണ്ഡലത്തിലാകമാനം ഈഴവ വോട്ടുകൾ ചോർന്നിട്ടുണ്ട്. കേരളത്തിലാകമാനം അത്തരം ഒരു ഷിഫ്റ്റിംഗ് അനുഭാവികൾക്കിടയിൽ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ട് എന്ന് വസ്തുതാപരമായി തന്നെ ഞങ്ങൾ വിലയിരുത്തുന്നു. അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്താകമാനുള്ള മാക്രോ അനാലിസിസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ. ഞങ്ങൾ പഠിക്കുന്നു, ഞങ്ങൾ പരിശോധിക്കുന്നു. അതിനിടയ്ക്ക് പുറമേ നിന്നുള്ള വിമർശനം വേണ്ട എന്നതാണോ? അങ്ങനെ വിമർശിക്കുന്നവർ വിവരദോഷികളാകും. സംബന്ധിച്ചിടത്തോളം അങ്ങേക്കറിയാലോ, അത് സ്നേഹത്തിന്റെയും അങ്ങനല്ല, ക്രിസ്തുമതത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും കൂടി മതമാണ്. ഞങ്ങൾ ക്രിസ്തുമതത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെയും തമ്മിൽ എപ്പോഴും താതാത്മ്യം പ്രാപിക്കും. വിശ്വാസത്തിലൊഴികെ മറ്റെല്ലായിടത്തും സഹിച്ചോളും എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അങ്ങനല്ല, അഭിവന്ദ്യ ഗീവർഗീസ് മാർ കുർലോസ് തിരുമേനി ഇതിനകം തന്നെ അത് പുറത്തിട്ടുണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾക്കാണ് ഇപ്പോഴും അതിന്റെ വേദനയും അതിന്റെ ചൊറിച്ചിലും നിലനിൽക്കുന്നത്. ഇത് ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ ഒരു വിഷയമുണ്ടായി ആ വിഷയത്തിന്മേൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനാകുമോ എന്നുള്ള മാധ്യമത്തിന്റെ ഗൂഢതന്ത്രം മാത്രമാണിത്. അത് മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ ഒരു വിമർശനം ഉണ്ടായി, അദ്ദേഹം നടത്തിയിട്ടുള്ളത് ക്രിയാത്മകമായിട്ടുള്ള വിമർശനമാണെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ആ വിമർശനത്തിനെ സർഗാത്മകമായി സമീപിക്കണം. താങ്കൾ കാണുന്നു, താങ്കൾക്ക് കുറച്ച് വിശാല മനസ്ഥിതിയുണ്ട്, താങ്കൾ കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ അതല്ലല്ലോ പാർട്ടിയുടെ തലപ്പത്തുള്ളവർ, മുഖ്യമന്ത്രി എടുക്കുന്ന സമീപനം. അതാണല്ലോ നമ്മൾ വിമർശിക്കുന്നത്. താങ്കൾ വ്യക്തിപരമായി എടുക്കുന്ന നിലപാട് വിശാലമായിട്ട് കാര്യമില്ലല്ലോ. സ്മൃതി, ഞങ്ങളെപ്പോലുള്ള ധാരാളം അണികളുള്ള അല്ലെങ്കിൽ പ്രവർത്തകരുള്ള നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ് CPIM. സഖാവ് പിണറായി വിജയനും ഞങ്ങളെപ്പോലൊക്കെ തന്നെ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ വിശാലമായി കാര്യങ്ങളെ കാണുന്നതിനുള്ള വിശാല മനസ്കത അദ്ദേഹത്തിനുണ്ട്, ഒരു സംശയമില്ല. ഇതെല്ലാം വസ്തുനിഷ്ഠപരമായി കാണുകയും പാർട്ടി വിലയിരുത്തുകയും ചെയ്യും. ഇതുപോലുള്ള ആശയ സംവാദങ്ങൾക്കൊടുവിലാണ് പാർട്ടിയിൽ ഒരു അഭിപ്രായ ഏകീകരണത്തിലേക്ക് എത്തുക. ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിനൊരു മടിയില്ല. ഞങ്ങൾക്ക് ധാർഷ്ട്യമുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനൊരു മടിയില്ല. ഞങ്ങളത് ചെയ്യും. ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരും ചെയ്തിട്ടുണ്ട്, ചെയ്ത ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളത്. CPM വിശിഷ്യ അത്തരത്തിൽ തിരുത്തുന്നതിൻ്റെ കാലഘട്ടങ്ങൾ നമുക്ക് ചരിത്രത്തിൽ പല സംഭവങ്ങളും ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അമ്പേ പരാജയപ്പെട്ടു. നിങ്ങൾ വിമർശിക്കുന്നത് പോലെ കനൽ ഒരു തരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാറ്റേണിൽ മാറ്റം വന്നില്ലേ? ആ 2 കൊല്ലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾ കൈയിൽ നീട്ടി സ്വീകരിച്ചു. കാത്തിരുന്നു കാണും വരുന്ന 2 കൊല്ലം. ആ 2 കൊല്ലം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്നുപോയ പിശകുകൾ തിരുത്തുന്നതിൻ്റെ കൂടി കാലമാണ്. തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കപ്പെടും. നിങ്ങൾ നടത്തുന്ന എല്ലാ വിമർശനങ്ങളെയും, നിങ്ങൾ കഴിഞ്ഞ 8 കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനം എന്താ? ഇപ്പോൾ ശ്രീ ആദരണീയനായ ചേക്കുട്ടി പോലും പറഞ്ഞത് എന്താ? മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും. ഇത് നിങ്ങളൊരു നറേറ്റീവായി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ തെറ്റുപറ്റി, ഏതെങ്കിലും മാധ്യമങ്ങൾ അതിന് തയ്യാറായിട്ടുണ്ടോ? ഞങ്ങൾക്കൊരു തെറ്റുപറ്റി ആ വാർത്ത കൊടുത്തതിൽ അത് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയോ ബാധിക്കുന്ന വിഷയമല്ല. നിങ്ങൾക്കറിയാലോ, ഏറ്റവും ഒടുവിൽ എക്സാലോജിക് സൊല്യൂഷൻസിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് UAE അബുദാബി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് വലിയ ചൂടുപിടിച്ച സംവാദമായിരുന്നല്ലോ. ഒടുവിൽ അത് ആരുടെ അക്കൗണ്ടാണെന്ന് തെളിഞ്ഞിട്ട് എത്ര മാധ്യമങ്ങൾ കേരളത്തിൽ അത് സത്യസന്ധമായി പറയാൻ ധൈര്യം കാണിച്ചു? നിങ്ങൾ നടത്തിയിട്ടുള്ള ആ ചർച്ചകളുടെ സമയം പോലും അത് ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടല്ലോ. നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് തുറന്ന് സമ്മതിക്കാൻ, അതാണല്ലോ മാധ്യമ ധർമ്മം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇന്നലെ നടത്തിയ തെറ്റുപറ്റുമ്പോൾ തെറ്റുപറ്റി എന്ന് പറയാറുണ്ട്, ക്ഷമാപണം നടത്താറുണ്ട്. അപ്പുറത്തു നിന്ന് അങ്ങനെ ഒരു ക്ഷമാപണം ഇന്ന് വരെ കണ്ടിട്ടില്ല ശ്രീ BN ഹസ്കർ. മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും അടിക്കടി മാപ്പ് പറയാറൊക്കെയുണ്ട്. അതിൽ ആരും ബുദ്ധിമുട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എല്ലാവരും മാപ്പ് പറയാറുണ്ട്. ഷോകളിൽ തന്നെ എത്ര തവണ മാപ്പ് പറഞ്ഞിരിക്കുന്നു. തെറ്റുപറ്റാത്തവരാരുമില്ല. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഒരു ഏത് തരം പരിപാടിയായിരുന്നു?
പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോഴാണ് അനാവശ്യമായൊരു പ്രതികരണം പറയാൻ ഉദ്ദേശിച്ച് തന്നെ വന്ന് പറഞ്ഞതാണ്. അതായത് നേരത്തെ NP ചെക്കുട്ടി ചൂണ്ടിക്കാണിച്ച പോലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടല്ല പറഞ്ഞത്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ CPM തിരുത്തിയിട്ടാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നാണ് ഹസ്കർ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത്. എന്താണ് കോൺഗ്രസിനുള്ള മറുപടി? അല്ല സ്മൃതി, ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയൻ നാളിതുവരെ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ നികൃഷ്ടജീവി നിഘണ്ടുവിൽപ്പെട്ട ഒരു വാക്കും അദ്ദേഹം യാദൃശ്ചികമായിട്ട് പറയുന്നതല്ല. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. അദ്ദേഹം NK പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചതും താമരശ്ശേരി പിതാവിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചതും രൂപത എന്ന് പറഞ്ഞ് രൂപതകളെ ആക്ഷേപിച്ചതും എടാ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തനെ ഭീഷണിപ്പെടുത്തിയതും TP ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞതിനു ശേഷം കുലംകുത്തി എന്ന് വിളിച്ചതും, അല്ല ഞാൻ പറയുന്നത് ഈ TP ചന്ദ്രശേഖരനെ കൊന്നു കളഞ്ഞതിന് ശേഷം കുലംകുത്തി എന്ന് വിളിക്കുന്നതും ഒന്നും അദ്ദേഹം തിരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അതൊന്നും യാദൃശ്ചികമായിരുന്നില്ല. കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് പ്ലാൻ ചെയ്ത് തന്നെ പറഞ്ഞതാ. ഒരിക്കൽ പോലും അദ്ദേഹം തിരുത്താത്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആലോചിച്ച് ഉറപ്പിച്ച് പറഞ്ഞതാണ്. രണ്ടാമത് KK ശൈലജയെ നവകേരള സദസ്സിന്റെ സമയത്ത് ആക്ഷേപിച്ചത്, അതുപോലെ തന്നെ ചാഴിക്കാടനെ ആക്ഷേപിച്ചത്, അതിന്റെ പേരിൽ തന്നെ അവർ രണ്ടുപേരും തോക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നതാണ്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി തന്നെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളാണ്. ഈ ധാർഷ്ട്യം മൂലമാണ് പിണറായിലെ പാറപ്പുറത്തെ ബൂത്തിൽ പോലും കോൺഗ്രസിന് വോട്ട് കൂടുന്നത്, BJPക്ക് വോട്ട് കൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത CPMന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മാത്രം പതിറ്റാണ്ടുകളായിട്ട് വോട്ട് ചെയ്യുന്ന സഖാക്കന്മാർ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ K സുധാകരന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയന്റെ ഭരണത്തിന്റെ കുറവ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തിന് കൂടി കൊടുത്ത ഒരു അടിയാണ്. ഇവിടെ വിവരദോഷി എന്ന് വിളിക്കുന്നത് പോലും അദ്ദേഹത്തിന്റെ തിരുത്തലിന്റെ ഒരു പുതിയ സ്റ്റൈലായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി. അദ്ദേഹത്തിനെ വിമർശിക്കുമ്പോൾ അദ്ദേഹം ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തുന്നതിന്റെ പുതിയൊരു നയപരിപാടിയാണ് ഈ വിവരദോഷി എന്ന് വിളിക്കുന്നത്. ആഴത്തിൽ തിരുത്തുമെന്ന് പറയുന്നതും ഈ ഒച്ചത്തിൽ തെറി വിളിക്കുന്നതും ഒക്കെ ഒരു തരം പരിപാടി തന്നെ. ഇവിടെ ക്രിസ്തുവിനെ മോർഫ് ചെയ്ത് അവതരിപ്പിച്ച് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ച റെജി ലൂക്കോസിനെതിരെ CPMന്റെ നിലപാടെന്താ? ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് നിരന്തര സംസാരത്തിന് വരുന്ന ആളല്ലേ റെജി ലൂക്കോസിന്റെ ആ നിലപാടിനെതിരെ CPMന്റെ പ്രഖ്യാപിത നിലപാട് എന്താണെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാം. 2019 കനൽ ഒരു തരിയായിട്ട് അവശേഷിച്ചപ്പോൾ നിങ്ങൾ ജിൻഡോ, ഓരോ വ്യക്തികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ആ ആവിഷ്കാര സ്വാതന്ത്ര്യം, ആ ഭാവനയും അത് ആ വ്യക്തികൾ തന്നെയാണ് മറുപടി വരേണ്ടത്. അതിപ്പോൾ CPMന് അതിനൊരു നിലപാടൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായങ്ങളും എൻ്റെ മാത്രം സ്വാതന്ത്ര്യവും എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യവും എന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ റെജി ലൂക്കോസ് അങ്ങനെ ഒരു ചിത്രം പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അത് അങ്ങനെ മാത്രം കണ്ടാൽ മതി. ശരി ജിൻഡോ, തുറന്നോളൂ. അപ്പോൾ സ്മൃതി, അതായത് റെജി ലൂക്കോസിന്റെ വ്യക്തിപരമായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് ക്രിസ്തുവിന്റെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് CPMന് അക്കാര്യത്തിൽ റെജി ലൂക്കോസിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പ്രഖ്യാപിതമായിട്ടുള്ളത്, അല്ലെങ്കിൽ തിരിച്ചവർ പറയണമായിരുന്നു. രണ്ടാമത്തത്, ഈ ചർച്ചയിൽ തന്നെ ഹസ്കർ പറയുന്നത് മുഖ്യമന്ത്രി ഈ വിവരദോഷി എന്ന് വിളിച്ചത് തെറ്റായി പോയി, അത് ശരിയല്ലാത്ത സംസാര രീതിയായിരുന്നു എന്ന് പറയുന്നത് ഹസ്കറിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമായിട്ടേ നമുക്ക് കാണാൻ പറ്റൂ. ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നിലപാടായിട്ട് കാണാൻ പറ്റില്ല എന്ന് വേണം ഈ ചർച്ചയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായ പ്രകടനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ. 2019 കനൽ ഒരു തരിയായിട്ട് അവശേഷിച്ചപ്പോൾ 2021 ഞങ്ങൾ തിരുത്തൽ നടത്തി നിയമസഭയിൽ ജയിച്ചു എന്നാണ് ഹസ്കർ അവകാശപ്പെടുന്നത്. എങ്കിൽ 2021 നിങ്ങൾക്ക് കിട്ടിയ ആ ഇടതുപക്ഷ വോട്ടുകൾ, നിങ്ങളിൽ ആകൃഷ്ടരായിട്ട് നിങ്ങൾക്ക് ചെയ്ത ആ കമ്മ്യൂണിസ്റ്റ് വോട്ടുകളൊക്കെ 2024 എവിടേക്ക് പോയി എന്ന് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കണ്ടേ? ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്, പ്രതിപക്ഷത്തിന്റെ ദുരാരോപണം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞാൽ പോരാ. ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ CPMന്റെ പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് ആനുകൂല്യങ്ങളും സർവ്വസന്നാഹങ്ങളും സൗകര്യങ്ങളും പറ്റുന്ന ജനപ്രതിനിധിയും നേതാവും ഭരണകർത്താവുമാണ്. അതുകൊണ്ട് നമ്മളോടൊക്കെ അക്കൗണ്ടബിൾ ആയിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന് നിയമപരമായിട്ട് കൂടി ബാധ്യതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മറുപടിയുണ്ടോ ഹസ്കർ? ജിൻഡോ, ഒന്ന് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പും 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് നമുക്ക് താരതമ്യം പ്രാപിക്കേണ്ടത്. അതാണ് പരിശോധിക്കേണ്ടത്. മറിച്ച് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പും 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പും തമ്മിൽ കണക്കുകൾ കൂട്ടിയാൽ എങ്ങനെയാണ് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുക? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു തരത്തിലാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇന്ത്യയിലെ BJPയെ പ്രതിരോധിക്കാൻ കഴിയുമെന്നൊരു തോന്നലിന്റെ പേരിൽ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായം വോട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വിജയം സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാത്തിരുന്ന് കാണും.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുതന്നെ സംഭവിച്ചു. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിലെത്തണമെന്ന് കരുതിയത് കൊണ്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഒരു വിജയം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുടെ കൂടെ ഭാഗമാണെന്നും നിങ്ങൾക്ക് തിരുത്തേണ്ടത്. നിങ്ങൾ പറയുന്നത് കുറഞ്ഞു, ഇതൊന്നും അല്ലല്ലോ. കളിക്കളത്തിൽ ഇനി 3 പേരുണ്ടല്ലോ, 3 കൂട്ടരുണ്ടല്ലോ. സ്മൃതി, ബി ജെ പി ഒരു കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രതിഭാസമാണ് എന്ന് കരുതാനേ നമുക്ക് കരുതില്ല. ബി ജെ പി കേരളത്തിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും 2004 മൂവാറ്റുപുഴയിൽ NDA അക്കൗണ്ട് തുറന്നല്ലേ പാർലമെന്റിൽ, അതിനുശേഷം പാടിപ്പോയില്ലേ? അതുപോലെയാണോ ഓരോ മണ്ഡലങ്ങളുടെയും കണക്കെടുക്കുമ്പോൾ, നിങ്ങളുടെ വോട്ട് ചോർന്നതിന്റെ കണക്കെടുക്കുമ്പോൾ അങ്ങനെയാണോ? ഞങ്ങൾക്ക് 1% വോട്ട് കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ 4% ബി ജെ പിക്ക് വർദ്ധിച്ചിട്ടുള്ളത്. അത് ആരുടെ വോട്ടാ? കേരളത്തിലെ UDFന്റെ വോട്ടുകളല്ലേ? അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു, സാങ്കേതികമായി ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് 4% ബി ജെ പിക്ക് വർദ്ധിച്ചത് കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി ആകമാനം പിടിച്ചുലയ്ക്കുമെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് ശരിയല്ല. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് വരുന്നല്ലോ. ശരി, ശ്രീ എൻ പി ചെക്കുട്ടി, ഞങ്ങളത് പരിശോധിക്കാം. ഇപ്പോൾ കണക്കുകൾ വെച്ചിട്ട് പരിശോധിക്കാം നമുക്ക്. ശരി, ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ ആലപ്പുഴ, കാസർഗോഡ്, പാലക്കാട്, ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ട് ചോർച്ച അന്വേഷിക്കാൻ തീരുമാനമായിട്ടുണ്ട്. പിണറായിയുടെ സ്വന്തം നാടായ കണ്ണൂരിൽ എത്രത്തോളം ചോർന്നു എന്നുള്ളതാണ്. പാറപ്പുറത്ത് വരെ CPM-ന്റെ വോട്ട് ചോർന്നു എന്നുണ്ട്. വിവരങ്ങളടക്കം ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞതാണ്. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് CPM പരിശോധന നടത്തുക എന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പോൾ കുർലോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് തന്നെ വരികയാണെങ്കിൽ SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് നമ്മൾ കണ്ടാണ്. രക്ഷാപ്രവർത്തനമായിട്ടാണ്. വിമർശനങ്ങളോട് അസഹിഷ്ണുത. ഇതിപ്പോൾ മാർ കൂർലോസിന് തന്നെ അതിൻ്റെ അനുഭവം ഉണ്ടായിരിക്കുന്നു. മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു കാര്യം, തെറ്റായ സാമ്പത്തിക നയം, മാധ്യമ വേട്ട, ധൂർത്ത്, സഹകരണ ബാങ്ക് അഴിമതി, തെറ്റായ പോലീസ് നയം, ഇതൊന്നും പറഞ്ഞുകൂടാ എന്നാണോ? അല്ല, ഇതിൽ 4% BJP-യിലേക്ക് വോട്ട് പോയത് ഞങ്ങൾക്കൊന്നും പോയിട്ടില്ല, UDF-ന്റെ വോട്ടാണ് പോയത് എന്ന മട്ടിലുള്ള ഒരു ആഖ്യാനം അവർ ചമയ്ക്കുന്നത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. കേരളത്തിൽ കാസർഗോഡ് മുതൽ നമ്മൾ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ സബ്സ്റ്റാൻഷ്യൽ ചങ്ക് ഓഫ് വോട്ട് മാറിയിട്ടുണ്ട്. ഈ റിയാലിറ്റി കാണാതിരിട്ടൊന്നൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ തവണ, ഇത്തവണ മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തും ഈ ഒരു പ്രവണത കണ്ടിരുന്നു. ഇത്ര വ്യാപകമായിരുന്നില്ല. ഇപ്പോൾ അത് വളരെ വ്യക്തമാണ്. എനിക്ക് തോന്നുന്നത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും, പ്രത്യേകിച്ച് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് കൂടുതൽ വ്യക്തമായിട്ട് വരും. അപ്പോൾ ഞാനത് പറയാൻ കാരണം വെച്ചാൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അവിടെ മത്സരിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കെട്ടുറപ്പുള്ള പാർട്ടിയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കെട്ടുറപ്പുള്ള പാർട്ടി CPM യൂണിറ്റാണ് കണ്ണൂരിലേത്. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ, ഇടതുപക്ഷത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രദേശങ്ങളിൽ, ഇടതുപക്ഷത്തിൻ്റെ വലിയ ശക്തിയുള്ള സ്ഥലങ്ങളിൽ പോലും അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ആ മാറിയത് ബൂത്ത് അടിസ്ഥാനത്തിൽ അടക്കമുള്ള കണക്കുകൾ അവരുടെ മുമ്പിൽ, നാട്ടിൽ നിന്ന് മുഴുവൻ ആളുകളുടെയും മുമ്പിലുണ്ട്. ഇതെല്ലാം കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും വോട്ട് പോയിട്ടില്ല, വോട്ടൊക്കെ പോയിരിക്കുന്നത് കോൺഗ്രസിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സാണ് ജയിക്കുന്നത്. കോൺഗ്രസിന് വോട്ട് പോയി ഇങ്ങനെ കോൺഗ്രസ് ഇങ്ങനെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 10-11 സീറ്റിൽ 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് UDF-ന്റെ കാൻഡിഡേറ്റ്സ് വെച്ചിരിക്കുന്നത്. മലബാറിലൊക്കെയാണ് 1.5 ലക്ഷം 2 ലക്ഷം വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. ഈ ഒരു വസ്തുത അംഗീകരിക്കാതെ CPM മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് അവർ ചർച്ച ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീ ജി ജോസഫ്, നിങ്ങളുടെ വോട്ട് എവിടെ നിന്ന് വന്നു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അല്ല, ഞങ്ങളുടെ വോട്ട് കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽ നിന്നും വന്നിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തിൽ നിന്നും വന്നിട്ടുണ്ടാവും, കോൺഗ്രസിൽ നിന്നും വന്നിട്ടുണ്ട്, സാധാരണ ജനവിഭാഗത്തിൽ നിന്ന്, ജനാധിപത്യ വിശ്വാസികളിൽ നിന്നും, വികസനം ആഗ്രഹിക്കുന്ന ആളുകളിൽ നിന്നും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഈ CPM-ന്റെ ഈ പ്രീണന നയം എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ നയം. കഴിഞ്ഞ ഒരു ചർച്ചയിൽ സ്മൃതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വടകരയിൽ എന്താ സംഭവിച്ചത്? ആരാണ് വർഗീയ കാർഡ് ഇറക്കിയത്? ആരാണ് ലാദനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞത്? അത് ഓരോരുത്തരുടെ പേര് പറഞ്ഞു. ജിൻഡോ ജോസഫിൻ്റെ സ്റ്റാഫ്, അല്ല അജയ് ഫ്രാൻസിസ്, പേരാമ്പ്രയിൽ ഒരു നാരായണൻ, ഇങ്ങനെയുള്ള ആളുകളുടെ പേര് മുഴുവൻ പറഞ്ഞതിന് എന്തായിരുന്നു അവരുടെ മറുപടി?
അവരുടെ ഫേസ്ബുക്ക് ഹാൻഡിലുകളിൽ എന്തായിരുന്നു സ്മൃതി പരുത്തിക്കാരനുള്ള മറുപടി? ഇവർ എല്ലാ രീതിയിലും ചിലയിടത്ത് പ്രീണനം, ചിലയിടത്ത് വർഗീയത, ഇതെല്ലാം പണ്ട് മുതലേ പയറ്റി വന്നിരിക്കുന്നവരാണ് ഇവരാണ് ഇവിടെ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്നത്. ഈ കുഴപ്പമുണ്ടാക്കുന്നത് അവർക്ക് പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റി. അതാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ പിണറായി വിജയൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഈ പാർട്ടിക്കാരും ഇതിനെ എതിർത്ത് പറയാൻ പോകുന്നില്ല. സീതാറാം യെച്ചൂരി പറയാൻ പോകുന്നില്ല. ഇവിടുന്ന് എന്തെങ്കിലും ചെന്നിട്ട് വേണം അവിടെ വാടക കൊടുക്കാൻ. അതുകൊണ്ട് അതൊന്നും നടക്കില്ല. ഇത് ഇദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലായി. ഇദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിൽ തന്നെ വെച്ചുകൊണ്ടാണ് ഈ പാർട്ടി ഇങ്ങനെ ഗതി പിടിക്കാതെ പോയതും അഴിമതി നടത്തിയതും മാസപ്പടി വാങ്ങിയതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുന്നതും അത് പറയുന്നവരെ പുറത്താക്കുന്നവരും അത് എന്തെങ്കിലും അതിനെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നവരെ വിവരദോഷികൾ എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്. ഇദ്ദേഹം എല്ലാവരെയും ഭയപ്പെടുത്തിയല്ലേ നിൽക്കുന്നത്. അതോടുകൂടി ആ ഒരു പ്രഖ്യാപനത്തോടുകൂടി സെക്രട്ടേറിയറ്റിൽ വരെ ഒരാളും ഒന്നും പറയാതായി. ഇവിടെ ഇനിയിപ്പോൾ അടുത്തത് ഹസ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തെ എന്ത് ചെയ്യും? അദ്ദേഹം ഇന്ന് രാത്രി കിടക്കുമ്പോൾ വരുന്ന ഫോൺ കോളുകൾ എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ അദ്ദേഹം തന്നെ സഹിക്കട്ടെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, കേരളത്തിലെ പൊതുസമൂഹം BJPയെ ഉൾക്കൊണ്ട് തുടങ്ങിയിരിക്കുന്നു. BJPയുടെ നിങ്ങൾ ഇത്ര കാലം മാധ്യമങ്ങൾ അടക്കമുള്ളവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും അവർ തിരിച്ചറിഞ്ഞ് ഇതല്ല BJP ജനപക്ഷത്ത് നിൽക്കുന്നതാണ്, വികസനത്തിൻ്റെ പാർട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു. അത് ഇന്ന പക്ഷമെന്നില്ല. കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും ഞങ്ങൾക്കൊപ്പം അണിനിരക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രീ പ്രകാശ് പി തോമസ് എങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? നേരത്തെ എന്നോട് ചോദിച്ചിരുന്നു സഭയുടെ ആ ഒരു പത്രക്കുറിപ്പിനെ സംബന്ധിച്ചിടത്തോളം. അതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇത് തിരുമേനിയുടെ അഭിപ്രായമാണെന്ന, അതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. എന്റെയും അഭിപ്രായം ഇത് തന്നെയായിരുന്നു, അത് തിരുമേനിയുടെ അഭിപ്രായമാണ്. എന്നാൽ അതിനോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിച്ച രീതിയാണ് എന്നെ ഉൾപ്പെടെ ഈ പ്രതികരണത്തിലേക്ക് കൊണ്ടുവന്നത്. നേരത്തെ ഇവിടെ ഹസ്കർ സൂചിപ്പിച്ചു, റെജി ലൂക്കോസിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ക്രിസ്തുവിനെ വികലമായി ചിത്രീകരിച്ചതെന്ന്. പണ്ട് കക്കുകളിയിലും ഇത് തന്നെയാണ് പറഞ്ഞത്. ഇതെല്ലാം ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ മാത്രമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മറ്റു ചിലയിടത്താണെങ്കിൽ അതിന്റെ പ്രതികരണം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഹസ്കറിനും അറിയാം, ഇടതുപക്ഷത്തിനും അറിയാം. ഞങ്ങൾ ഒരിക്കലും അക്രമത്തിലേക്ക് പോകുന്നവരല്ല, ക്രിസ്തു ഞങ്ങളെ അത് പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പോലെയുള്ള സമയം വരുമ്പോൾ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കുകയും തെറ്റിനോട് എപ്രകാരം പ്രതികരിക്കണമെന്നുള്ളത് കാട്ടിക്കൊടുക്കുകയും ചെയ്യുവാൻ ക്രൈസ്തവ സമൂഹത്തിന് അറിയാം എന്നുള്ളത് ഇടതുപക്ഷം അല്ലെങ്കിൽ ആരാണോ ക്രൈസ്തവ സമൂഹത്തെ ഇപ്രകാരം അധിക്ഷേപിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നത് അവർ മനസ്സിലാക്കണം. അത്ര മാത്രമേ പറയുവാൻ. ശരി, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.